ഹലോ അസ്സലാമലൈക്കും. ഇത് എയർ ഡ്രൈ ക്ലേ. ഇതൊരു ഇതെല്ലാവർക്കും അറിയണ്ടാവും. വെച്ച് സാധനം ഉണ്ടാക്കാൻ എന്നെ പോലെ മടിയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിൽ കണ്ട പോലെ എടുത്ത സാധനം തിരിച്ചു നല്ലോണം വെച്ചിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം വേണേൽ ഞങ്ങൾക്ക് നായിനറിയാൻ ഉപയോഗിക്കാം. കല്ല് പോലെ ആയി കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഒരു ട്രിങ്കറ്റ് ഡിഷാണ്. അതെന്താന്ന് ചോദിക്കുന്നവരോടാണ് നമ്മുടെ ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ഒരു പാത്രം എന്ന് വേണേൽ പറയാം. ആദ്യം തന്നെ ക്ലേ എടുത്തിട്ട് നല്ല ചപ്പാത്തി മാവ് ഉരുട്ടി പരത്തിയെടുക്കൂലേ, അതുപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തത്. കാക്ടസ് ഒക്കെ ആക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിലും ഞാൻ വിചാരിച്ചു റിംഗ് ഹോൾഡർ ആക്കിയിട്ട് എടുക്കാമെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം അതിൻ്റെ മുകളിലുണ്ടാക്കി വെച്ചത് കേട്ടോ. ഉണ്ടാക്കി വന്നപ്പോൾ ഒരു ഒഴിഞ്ഞ പറമ്പിൽ ഉണങ്ങി മരം നിൽക്കുന്ന പോലെ ഒരു ഫീലിംഗ്, അങ്ങനെ ഒരു തോന്നലില്ലേ. ക്ലേ എടുക്കാൻ എന്താ എത്ര മടി നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിണ്ടാവില്ല. എടുത്ത സ്ഥലം മൊത്തം ക്ലീൻ ചെയ്യാൻ കുറച്ച് പണിയാണ്. പിന്നെ അത് ഡ്രൈ ആയി കിട്ടാനാണെങ്കിൽ 24 hours കഴിയാൻ വേണം. ഒരു ദിവസം മൊത്തം ഉണങ്ങാൻ വെച്ചതിന് ശേഷമാണ് ഇതിലിപ്പോൾ പെയിൻറ്റ് ചേർക്കുന്നത്. ഈ പെയിൻറ്റിങ് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വൈറ്റ് ഗ്ലൂ എടുത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ചെറിയൊരു ഗ്ലോയി ഫിനിഷും കിട്ടും. ഈ സാധനം ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ വന്നില്ലെങ്കിലും അത്യാവശ്യം ഒരു ലുക്കൊക്കെ അല്ലേ. അപ്പം എങ്ങനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലോ.